ഹലോ, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ജ്വല്ലറി ഡിസൈനിങ് സീരീസ്. അപ്പോൾ ജ്വല്ലറി ഡിസൈനിങ് സീരീസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചെയിൻ ബ്രഷ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ചെയിൻ ബ്രഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാൻ ആദ്യം ഇവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലെയേഴ്സിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രേ കൊടുക്കുക കേട്ടോ. ഒരു ഗ്രേ ആക്കുകയാണ്, ഞാനിവിടെ ഗ്രേ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ബ്രഷിൽ നമ്മളൊരു കാലിഗ്രഫി ബ്രഷ് പോയാൽ മോണോലൈൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കളർ ഒരു വൈറ്റ് കളർ എടുക്കുക. എന്നിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഞാനിവിടെ ഒരു റൗണ്ട് ചെയിനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സർക്കിൾ സെലക്ട് ചെയ്തു. ജസ്റ്റ് സർക്കിളിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കൂട്ടുക. ഓക്കെ, ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം നമുക്ക്. ബ്രഷിൻ്റെ സൈസ് ഞാൻ കൂട്ടിയതാണ് കേട്ടോ, ഇങ്ങനെ ഇത്രയും സൈസെങ്കിലും വേണം. അതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുക. യൂണിഫോം സെലക്ഷനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ സൈസ് എല്ലാ സ്ഥലത്തും ഹൈറ്റും വിഡ്ത്തും എല്ലാം ഒരേ രീതിയിൽ ചേഞ്ച് ആവണം. അതുകൊണ്ട് യൂണിഫോം സെലക്ഷനാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഈ ലെയറിനെ കോപ്പി ചെയ്യാം. ഓക്കെ, നൗ ബ്രഷിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു പുതിയ ബ്രഷ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ബ്രഷ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പ്ലസ് ഐക്കണില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ ബ്രഷ്, ക്രിയേറ്റ് ന്യൂ സെറ്റ് എന്നൊക്കെ കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ന്യൂ സെറ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ സെറ്റിലേക്കാണ് ഞാൻ ഈ പുതിയ ഉണ്ടാക്കുന്ന ബ്രഷസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ സെറ്റ് എടുത്തു, അതിൽ ക്രിയേറ്റ് ന്യൂ ബ്രഷ് ക്ലിക്ക് ചെയ്തു. അതിൽ ഷേപ്പിൽ പോവുക, ഷേപ്പ് സോഴ്സ് എടുക്കുക, ഇമ്പോർട്ട് എടുത്തു, പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പോകേണ്ടത് സ്ട്രോക്ക് പാത്തിലേക്കാണ്. സ്ട്രോക്ക് പാത്ത് പോയിട്ട് സ്പേസിങ് കൂട്ടുക. സ്പേസിങ് ഒരു നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതൊരു 52% ഒക്കെ ആകുമ്പോൾ സ്പേസിങ് അത്ര സ്പേസ് ഉണ്ടാവരുത്. ഇപ്പോൾ ഏകദേശം ഒരു 52% ഒക്കെ ആക്കുക. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുക, ആപ്പിൾ പെൻസിലേക്ക് പോവുക. ആപ്പിൾ പെൻസിലേക്ക് പോയിട്ട് ഒപ്പേസിറ്റി 0 ആക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഷേപ്പിലേക്ക് തന്നെ പോവുക നമ്മൾ. എന്നിട്ട് റൊട്ടേഷൻ നമ്മൾ ഫുള്ളാക്കുക. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇതുപോലെ ഇവിടെ താഴേക്കൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ആക്സിസ് കാണാം. ഓക്കെ, ഇതിൽ ഇങ്ങനെ അതൊന്ന് ആക്സിസ് റൊട്ടേറ്റ് ചെയ്തിട്ട് 90 ഡിഗ്രിയിലേക്ക് ആക്കുക. നമുക്ക് കണ്ടോ, നല്ല വൃത്തിക്ക് ഇത് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് ആക്കി. ഇനി നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. അതിൽ മാക്സിമം സൈസ് കൂട്ടുക. കുറച്ചധികം ഒരു ഈ ഒരു റേഞ്ചിൽ. ഓക്കെ, ഈ ഒരു റേഞ്ചിലാക്കുക. മിനിമം സൈസും അതുപോലെ തന്നെ ഒന്ന് കൂട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അബൌട്ട് ദിസ് ബ്രഷ് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റീനെയിം ചെയ്യാം. നിങ്ങളുടെ ആ പേര് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ എൻ്റെ നെയിം ഷഹാന എന്നാണ്.
അപ്പം ഞാൻ ഷഹാന എന്നെഴുതി ഇവിടെ നമ്മുടെ സൈനൊക്കെ കൊടുക്കാം. ഓക്കെ, അത് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രഷ് റെഡി ആയിട്ടുണ്ട്. സ്പേസിങ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, പക്ഷെ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഗാലറിയിലേക്ക് പോവാം. പുതിയ ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്യാണ്. ഞാൻ A4 സെലക്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു യെല്ലോ കളർ എടുക്കുകയാണ്. ചെറുതായിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെറുതാക്കണമെങ്കിൽ ചെറിയതാക്കണമെങ്കിൽ ചെറിയ ബ്രഷ്, ഓക്കെ, കുറച്ചുകൂടെ കുഞ്ഞാക്കണമെങ്കിൽ കുഞ്ഞ് ബ്രഷ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് അങ്ങനെ വളരെ ചെറുതാക്കണമെങ്കിൽ കുഞ്ഞ് ബ്രഷ്, ഇനി അതെല്ലാം വലുതാക്കണമെങ്കിൽ വലിയ ബ്രഷ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് ഒരു റൗണ്ട് ബ്രഷാണ്. അപ്പോൾ നമുക്ക് ബ്രഷ് വേണമെങ്കിൽ ഇവിടെ അൺടൈറ്റിൽഡ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. ഞാനിവിടെ ഇതൊരു റൗണ്ട് ചെയിൻ ബ്രഷ് എന്ന് ആക്കുകയാണ് കേട്ടോ. ഞാനിവിടെ റൗണ്ട് ചെയിൻ. ഇനി ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് ഒരു ഓവൽ ഷേപ്പിൽ. അപ്പോൾ നമുക്കത് ഉണ്ടോ, ഓവൽ ഷേപ്പിൽ സെയിം സ്റ്റെപ്സ് ആണ് കേട്ടോ, സെയിം സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താക്കാം, ഓവൽ ഷേപ്പിലാക്കാം. ഇനിയും നമുക്കതൊരു സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെ സ്ക്വയർ ഷേപ്പിൽ ബ്രഷ് ആക്കാം, ക്രിയേറ്റ് ചെയ്യാം. അല്ല, സ്ക്വയർ. അപ്പം ഇതുപോലെ ഇനിയിപ്പോൾ അത് നമുക്കൊരു ഏത് കളറിലിപ്പം ബ്ലാക്ക് കളറിലുള്ളതാണെങ്കിൽ ബ്ലാക്ക് ചെയിൻ ആക്കാം. ഓക്കെ അല്ല? അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. സ്റ്റെപ്സ് എല്ലാം ഇതാണ്. ഇത് വളരെ ബേസിക്കായിട്ട് ജ്വല്ലറി ഡിസൈനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്വല്ലറി ഡിസൈനിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് വീഡിയോ. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. ഇപ്പോൾ ചിത്രവസ്ത്ര എന്ന് പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രൊക്രിയേറ്റ് ആപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പം പറഞ്ഞു പോകുന്നത്. നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടില്ല, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓരോന്നായിട്ട് ഓരോ സീരീസായിട്ട് ഇപ്പോൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ജ്വല്ലറി ഡിസൈനിങ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഇതിനു മുൻപ് നമ്മൾ ബ്രഷ് ക്രിയേഷൻ സീരീസ് ആയിട്ട് വേറൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 2 ബ്രഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫാബ്രിക് റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫുട്വെയർ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ ബാഗ് ഡിസൈനിങ് ഉണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു ആപ്പിൽ ചെയ്യാവുന്നതാണ്. സോ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പതുക്കെ കാലിഗ്രഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, കാലിഗ്രഫി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗാർമെൻറ്റ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിസൈനിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിനി ഡിജിറ്റൽ ആർട്ടിലേക്കും കടക്കുന്നുണ്ട്. സോ ഡിജിറ്റൽ ആർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതും നമ്മൾ ഇതിൽ പറയും കേട്ടോ. ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഓരോ എപ്പിസോഡ്സിലും ഓരോന്നായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന ഡൗട്ട്സൊക്കെ ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.